ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ CRT സീരീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഭാഗം 2 ആണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. 8ാമത്തെയും 9ാമത്തെ ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. 10ാമത്തെ ചാപ്റ്റർ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. അപ്പം എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ആണ് അല്ലേ. അപ്പൊ ചാപ്റ്ററിൽ പരിചയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യം കുടുംബ ചെലവ് എന്നൊരു ഹെഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കാര്യം, ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുക എന്ത് വിളിക്കാം? ചെലവ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ചെലവ് എന്ന് വിളിക്കാം. കിട്ടിയല്ലോ. ഫുഡിനും അല്ലെങ്കിൽ നോൺ ഫുഡിനും വേണ്ടി ഉപയോഗിക്കുന്ന മൊത്തം പൈസ, അതിനാണെന്ന് പറയുന്നത് ചെലവ് എന്ന് പറയുന്നത് അല്ല. പക്ഷേ കുടുംബ ചെലവുകളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാ തരംതിരിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവും എന്ന് 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഭക്ഷണം വേണം, വൈദ്യുതി ബില്ല് വേണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് പറയാം? പ്രതീക്ഷിത ചെലവ് എന്ന് പറയാം. ഓക്കെ, അതായത് പ്രതീക്ഷിക്കുന്ന ചെലവുകൾ പ്രതീക്ഷിത ചെലവ്, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിങ്ങനെ പ്രതിമാസം പ്രതിവർഷം എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കി പോവുക അല്ലെ. ആ രീതിയിലാണ് പ്രതീക്ഷിത ചെലവ്. ഓക്കെ, എന്നാൽ എന്താണ് അപ്രതീക്ഷിത ചെലവ്? ഓക്കെ, അപ്രതീക്ഷിതമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുന്ന രീതിയിൽ ആലോചിച്ച് വെച്ചാൽ. ഓക്കെ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നെന്ന് നോക്കിയോ. പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്, അതായത് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ചെലവുകളെ എന്ത് വിളിക്കുന്നത്? അപ്രതീക്ഷിത ചിലവുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കുടുംബ ചെലവിനെ 2ആയി തരംതിരിക്കാം എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. കിട്ടോ? അടുത്തായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം, അതിനെന്ത് വിളിക്കാം? കുടുംബ വരുമാനം എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പരിചയപ്പെട്ടു? കുടുംബ ചെലവ് പരിചയപ്പെട്ടു. ഇതിലൂടെ നമ്മൾ കുടുംബ വരുമാനം എന്നുള്ള കാര്യം പഠിച്ചു. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചിലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ. ഓക്കെ, ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോവുക മാത്രം ചെയ്തോളാം. ഓക്കെ, അടുത്തായിട്ട് കുടുംബ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം എന്ത് മനസ്സിലാക്കി വെക്കുക? നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖ, അതിനെന്ത് വിളിക്കുന്നത്? കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ മാസത്തിലേക്കാവാം, പ്രതിമാസത്തിലേക്കാവാം, അല്ലെങ്കിൽ പ്രതിവർഷത്തിലേക്കാവാം. ഓക്കെ, അങ്ങനെ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് എന്ത് ചെയ്യും? വലുതാകുകയും ചെറുതാകുകയും ചെയ്യാം അല്ലെ. അടുത്തായിട്ട് കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. നമ്മളെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയുള്ള പോയിന്റുകൾ നമുക്ക് വേണ്ട. ഓക്കെ, പക്ഷെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കുടുംബത്തിന് സാമ്പത്തിക കൈവരിക്കാൻ കഴിയുന്ന ഈ കുടുംബ ബജറ്റ് കൊണ്ട് സാധിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോകാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുന്നു. മെയിൻ പോയിന്റിലേക്ക് ഞാൻ വരാം. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് ചെലവ് എന്ന് പറയുമ്പം 2 രീതിയിലുള്ള ചെലവുകൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് വികസന ചെലവുകൾ. രാജ്യത്തിന്റെ കേസിലേക്ക് കടക്കുകയാണ്. രാജ്യത്തിന്റെ കേസിൽ വികസന ചെലവെന്നും വികസനേതര ചെലവെന്നും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2ആയി തരംതിരിക്കാം ചെലവുകളെ. ഓക്കെ, ഒരു കുടുംബത്തിലാണെങ്കിൽ എന്ത് പറയാം? പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവും. ഓക്കെ, ഇനി ഒരു രാജ്യത്തിലാണെങ്കിൽ വികസന ചെലവ് എന്നും അതേപോലെ തന്നെ വികസനേതര ചെലവെന്ന് പറയാം. വികസന ചെലവ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ എക്സ്പെൻസ്, എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകൾ വികസന ചെലവുകൾ എന്ന് പറയും. നേരിട്ട് വികസനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദക ചെലവുകൾ എന്ന് വിളിക്കാം. വികസന ചെലവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഉൽപാദന ചെലവെന്ന് വിളിക്കാം. റോഡ്, പാലം, തുറമുഖം ഇവ നിർമ്മിക്കുന്നതൊക്കെ എന്തിനാണ്? ഉൽപാദന ചെലവ് അല്ലെങ്കിൽ വികസന ചെലവ് എന്ന് പറയും.
ഓക്കെ. അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക. ഓക്കെ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് പറയാം, വികസന ചെലവുകളായിട്ട് കണക്കാക്കാൻ പറ്റും. കിട്ടുമല്ലോ. അപ്പം വികസന ചെലവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തായിട്ട് വികസനേതര ചെലവുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കി വെച്ചോളണം, പൊതുസേവനങ്ങൾക്കായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകൾ എന്ന് വിളിക്കാം, വികസനേതര ചെലവെന്ന് വിളിക്കാം. ഓക്കെ, പ്രതിരോധ ആവശ്യം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നമ്മളൊരു രാജ്യം പൈസ ചെലവാക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കുന്നു, വികസനേതര ചെലവെന്ന് വിളിക്കാം. ഓക്കെ, എന്തൊക്കെയാ, പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം, ഇതൊക്കെ വികസനേതര ചെലവാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. പക്ഷെ അടുത്തായിട്ട് പൊതുവരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുടുംബ വരുമാനം മനസ്സിലാക്കി, ഇനി അടുത്തായിട്ട് എന്ത് മനസ്സിലാക്കുന്നു, പൊതുവരുമാനം മനസ്സിലാക്കുന്നു. ഓക്കെ, പൊതുവരുമാനം എന്ന് പറഞ്ഞാൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സർക്കാർ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യും, സമാഹരിക്കുന്ന പണം ഉണ്ടാവുമല്ലോ. ഓക്കെ, അത്തരത്തിലുള്ള പണത്തിനെ അല്ലെങ്കിൽ ധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊതുവരുമാനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനത്തിന് എന്ത് വിളിക്കാം, പൊതുവരുമാനം എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് സർക്കാർ ബജറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? ഓക്കെ, അങ്ങനെ ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കി വെക്കുക. സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ട്, മെയിനായിട്ടും നികുതിയൊക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളൊക്കെയാണ് അല്ലേ. ആ രീതിയിൽ പല രീതിയിലുള്ള വരുമാനങ്ങളുണ്ട്. അതിൽ എക്സാമ്പിൾസ് ആണ് നികുതി ഉൾപ്പെടുന്ന GST, ഗ്രാൻഡ്, അതേപോലെ തന്നെ നികുതി ഉൾപ്പെടുന്ന ആദായ നികുതി, പിന്നെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭം, പലിശ, ഇങ്ങനെയൊക്കെയാണ് എന്ത് മനസ്സിലാക്കി വെക്കേണ്ടത്, സർക്കാരിൻ്റെ വരുമാനം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആ സർക്കാരിൻ്റെ വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊതുവരുമാനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വരുമാനത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തത് നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനം എന്ന് രണ്ടാമത്തതും. ഓക്കെ, കാര്യം കിട്ടുമല്ലോ. നികുതിയിൽ നിന്ന് കിട്ടുന്നത് നികുതി വരുമാനം, നികുതി അല്ലാതെയുള്ള മറ്റുള്ള സ്രോതസ്സുകൾ, ഫീസ്, ഫൈന്, ഗ്രാൻഡ്, ലാഭം, പലിശ, ഇതിലൊക്കെ കിട്ടുന്നത് എന്താ, നികുതിയേതര വരുമാനം. എക്സാമ്പിൾസ് കിട്ടിയോ, ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ, ഇതൊക്കെ എന്താ, നികുതിയേതര വരുമാനം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പക്ഷെ നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു, നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. ആ നികുതി വരുമാനത്തിന് നമുക്ക് രണ്ടായി തരംതിരിക്കാം കേട്ടോ. ഒന്ന് പ്രത്യക്ഷ നികുതി, ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. നെക്സ്റ്റ് പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, കാര്യം എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിലാണോ ചുമത്തിയിരിക്കുന്നത്, ഓക്കെ, ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് എന്ത് പറയുന്നത്, പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് അയാൾ തന്നെ നികുതി അടയ്ക്കുകയാണെങ്കിൽ അയാളെ എന്ന് പറയുന്നത്, അതിനെ എന്ത് പറയുന്നത്, പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ആദായ നികുതി, കെട്ടിട നികുതി, ഓക്കെ, ഇത് ആർക്കെതിരെയാണ് ചുമത്തുന്നത് അല്ലെങ്കിൽ ആരിലാണോ ചുമത്തുന്നത് അയാൾ തന്നെ അടയ്ക്കേണ്ടത്, അതിനെയാണ് എന്ത് പറയുന്നത്, അതിനെയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. പരോക്ഷ നികുതി ആണെങ്കിലോ എന്തായിരിക്കും പരോക്ഷ നികുതി? പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാരം ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, വിൽപ്പന നികുതി, വിനോദ നികുതി, ഇതൊക്കെ അതിൻ്റെ അകത്ത് എക്സാമ്പിൾസ് ആണ്. കിട്ടിയോ? അടുത്ത കാര്യം, എന്താണ് നികുതി എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക്. കാര്യം ഇങ്ങനെയാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. എന്തിനു വേണ്ടിയിട്ടൊക്കെയാ? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവ പൊതു താല്പര്യത്തിന് വേണ്ടി ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് ഇത്, നികുതി. ഓക്കെ, നികുതി നൽകുന്ന വ്യക്തികൾ എന്ത് പറയാം, നികുതി ദായകൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? സിമ്പിൾ കാര്യം അല്ല. നെക്സ്റ്റ് അടുത്തായിട്ട് GST ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്
GST നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ GST നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാ? 101 ഭരണഘടനാ ഭേദഗതി. ഏത് വർഷം? 2017 ജൂലൈ 1 ഏത് കൊണ്ടുവരുന്നത്? GST കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ GST എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിക്ക് എക്സാമ്പിളാന്ന് മനസ്സിലാക്കി വെക്കുക. GST എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, ആ രീതിയിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു കണക്കൊക്കെ ഉണ്ടാവും. അതിന് മുകളിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഈ രജിസ്ട്രേഷനൊക്കെ എടുക്കേണ്ടത്. ഓക്കെ, നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെ നികുതി നിരക്കുകളുണ്ട് എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, 0, 5, 12, 18, 28. ഓക്കെ, ഈ രീതിയിലൊക്കെ ഉണ്ട് എന്നാണ് പാഠപുസ്തകത്തിൽ പറയുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് കൂടുതൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ഇനി അടുത്ത ഭാഗം എന്താ പറയുന്നതെന്ന് നോക്കുക നിങ്ങൾ. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കുള്ള നികുതികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. അങ്ങനെയാണല്ലോ, നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഒരു കച്ചവട സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളാണ് നികുതി കൊടുക്കുന്നത്, നമ്മളെ കയ്യിൽ നിന്നാണ് ഈടാക്കുക. അതെന്ത് ചെയ്യും? അത് അവർ സർക്കാരിലേക്ക് അയക്കും. ഓക്കെ, നെക്സ്റ്റ് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? GST നിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വെക്കുക. കറണ്ട് അഫയേഴ്സിൽ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പോയിക്കൊള്ളണം. നെക്സ്റ്റ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബജറ്റ് എന്ന് പറയുമ്പോൾ സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വർഷത്തിലാണ് അവതരിപ്പിക്കുക സാധാരണഗതിയിൽ. അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചു തയ്യാറാക്കുന്ന ധനരേഖയാണെന്ന് വിളിക്കുന്നത് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ധനരേഖയാണ്. അതിൻ്റെ അകത്ത് പ്രതീക്ഷിത വരവും ചെലവും ഉണ്ടാവും. ഓക്കെ, സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, ആ കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ബജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, പക്ഷേ ബജറ്റ് അവതരിപ്പിക്കുന്ന ആരാ? ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആരാ അവതരിപ്പിക്കുക? ധനകാര്യമന്ത്രി. ഓക്കെ, പക്ഷേ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 112 അനുസരിച്ചാണ്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. ഓക്കെ, അത് 112 അനുസരിച്ചാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? 112ാമത്തെ ആർട്ടിക്കിളാണ്. പിന്നെ ബജറ്റിനെ ഒന്ന് തരംതിരിക്കുകയാണ് ഞാൻ. ആ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ. 1 മിച്ച ബജറ്റ്, 2 സന്തുലിത ബജറ്റ്, 3 കമ്മി ബജറ്റ്. ഓക്കെ, അതായത് മിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? സർപ്ലസ് ആണല്ലേ. അപ്പം വരവ് കൂടുതലുണ്ട്, ചെലവ് കുറവാണെങ്കിൽ സർപ്ലസ് ബജറ്റ്, മിച്ച ബജറ്റ് എന്ന് പറയാം. നേരെ രണ്ടും സെയിം ആണെങ്കിൽ എന്ത് പറയാം? വരവും ചെലവും തുല്യമാണെങ്കിൽ സന്തുലിത ബജറ്റ്. വരവ് കുറവും ചെലവ് കൂടുതലാണെങ്കിൽ അതിനാണ് കമ്മി ബജറ്റ് എന്ന് പറയുന്നത്, ഡെഫിസിറ്റ് ബജറ്റ്. അപ്പോൾ സർപ്ലസ് ബജറ്റ്, അതേപോലെ തന്നെ ബാലൻസ്ഡ് ബജറ്റ്, അതേപോലെ തന്നെ ഡെഫിസിറ്റ് ബജറ്റ്. 3 ബജറ്റുകളും എന്താന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സിമ്പിൾ കാര്യമല്ലേ. ജസ്റ്റ് എന്താ ടേം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണ് കാര്യം കിട്ടിക്കോളും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം, ബജറ്റ് എന്നുള്ള ആ പദം അതെങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു ഫ്രഞ്ച് പദം, അതിൻ്റെ പേര്, ആ വാക്കാണ് ബോഗറ്റ്. അതാണ് ബോഗറ്റ് എന്ന രീതിയിലുള്ള ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്നുള്ള പദം രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ബോഗറ്റ് എന്നുള്ള വാക്കിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ബാഗ് എന്നാണ് കേട്ടോ. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഫ്രഞ്ച് വാക്കായ ബോഗറ്റിൻ്റെ മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് എന്തുപയോഗിക്കുന്നത്? ബോഗറ്റ് എന്നുള്ള പദത്തിൽ നിന്ന് ബജറ്റ് എന്നുള്ള പദം രൂപം കൊള്ളാൻ കാരണം കിട്ടില്ല. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിന്റെ ആദ്യ അവതരണം നടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖൻ ചെട്ടി. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? RK ഷൺമുഖൻ ചെട്ടി. കിട്ടില്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ പൊതുകടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. പൊതുകടം എന്ന് പറഞ്ഞാൽ
ഓക്കെ, പൊതുകടം എന്ന് പറഞ്ഞാൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ് കടമെടുക്കേണ്ടി വരും. ഓക്കെ, ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകൾ എന്ത് വിളിക്കാം? പൊതുകടം എന്ന് വിളിക്കാം. ഓക്കെ, സർക്കാർ എടുക്കുന്ന കടത്തെ എന്ത് വിളിക്കാം? പൊതുകടം എന്ന് വിളിക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? രാജ്യത്തിന് അകത്ത് നിന്ന് എടുക്കാം വായ്പ, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കാം, അല്ല ഇത്തരത്തിലൊക്കെ എന്ത് പറയാം? ആഭ്യന്തര കടമെന്നും വിദേശ കടമെന്നും പൊതുകടത്തെ രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ഏതൊക്കെയാ? ആഭ്യന്തര കടവും വിദേശ കടം എന്ന രീതിയിൽ രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്, ഓക്കെ, ആ രീതിയിൽ വായ്പകൾ വാങ്ങുന്നതിന് എന്ത് പറയുന്നത്? ആഭ്യന്തര കടം എന്ന് പറയുന്നത്. അകത്തുള്ള വ്യക്തികൾ സർക്കാർ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ പുറത്തുള്ള സ്ഥാപനങ്ങൾ വിദേശ ഗവൺമെൻറ് ആവാം, വേൾഡ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ IMF ആവാം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആവാം. ഓക്കെ, ഇവിടെ നിന്നൊക്കെ കടം എടുക്കുന്നതിന് എന്ത് പറയുന്നത്? വിദേശ കടം എന്ന രീതി പറയുന്നത്. അപ്പം ആഭ്യന്തര കടം എന്താണ്, വിദേശ കടം എന്താണ് എന്നുള്ള കാര്യം പരിചയപ്പെട്ടു പോയിക്കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം പരിചയപ്പെട്ടോ. ധനനയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാരിൻ്റെ നയത്തെ എന്ത് വിളിക്കാം? ധനനയം എന്ന് വിളിക്കാം. എന്തിനെ കുറിച്ച് നോക്കിയാൽ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ഏത്? ധനനയം. അങ്ങനെയാണെങ്കിൽ ഈ ധനനയം നടപ്പിലാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പാണ് കേട്ടോ. ധനകാര്യ വകുപ്പാണ് ധനനയം നടപ്പിലാക്കുന്നത്. അത് ഏതിലൂടെയാണ് നടപ്പിലാക്കുന്നത്? ബജറ്റിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ധനനയം നടപ്പിലാക്കുന്നത് ഏതിലൂടെയാ? ധനകാര്യ വകുപ്പാണ്, അത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം ഏതാണ്? അതാണ് ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ധനനയത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊള്ളാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ കുറച്ച് ഫാക്റ്റുകളൊക്കെയാണ് മനസ്സിലാക്കി വെക്കാനുള്ളത്. കൃത്യമായിട്ട് ഓരോ ഫാക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോട്ടൊക്കെ എഴുതി വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്